പ്രിയമുള്ളവരെ, 2024 വിട പറഞ്ഞ് പുതിയ വർഷമായ 25 പ്രവേശിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ എൻ്റെ പ്രിയ സ്നേഹിതർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതുവത്സരം ആശംസിക്കുന്നു. ഈ വേളയിൽ നിങ്ങളോടും ഒന്നിച്ച് ചില ചിന്തകൾ, പുതിയ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എല്ലാവരും പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കും, ചില ലക്ഷ്യങ്ങൾ, ചില ഗോളുകൾ, ചില പദ്ധതികൾ, പ്രോജക്റ്റുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അത് നല്ലത് തന്നെയാണ്, ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ അതിൽ മിക്ക കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഗോളുകൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ റെസൊല്യൂഷൻ എടുക്കുമ്പം നമ്മുടെ അത് യാഥാർത്ഥ്യബോധത്തോടെ ആയിരിക്കണം എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചത്. കഴിഞ്ഞ 6 ദശാബ്ദത്തിലേറെയായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ കൂടി ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഭാവനാപരമായിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കുമുള്ള കഴിവുകൾ, അതുപോലെ വിഭവങ്ങൾ, സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്നാൽ സമയം എല്ലാവർക്കും ഒരുപോലെ 24 മണിക്കൂർ എല്ലാവർക്കും നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും സാധ്യതകളും പരിശോധിച്ചിട്ട് അവർക്ക് എന്താണ് നമുക്ക് മുന്നോട്ടുള്ള ഭാവിയിൽ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള ചില കാര്യങ്ങൾ, ചില ലക്ഷ്യങ്ങൾ, ചില നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. നമ്മുടെ വിഭിന്നമായ കഴിവുകളാണ് ദൈവം തന്നിട്ടുള്ളത്. എല്ലാവർക്കും കഴിവുകളുണ്ട്. എന്നാൽ ഓരോരുത്തരുടെയും കഴിവുകൾ, താലന്തുകൾ വിഭിന്നമായിരിക്കും. അപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള ആ സാധ്യത, സാഹചര്യം, അല്ലെങ്കിൽ വിഭവങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു വിജയകരമായ ജീവിതം നയിക്കുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ കെയർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, മറ്റ് സഹജീവികൾക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയും. അതും തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്ലാനിൽ പെടുത്തേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓരോരുത്തർക്കും വിശേഷിച്ച് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട അനേകർ, നിരാലംബരായിട്ടുള്ളവർ, അവശത അനുഭവിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവർ, മറ്റ് ദുരിതങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പം ഇത് കാണുന്ന മിക്കവരും ദൈവം ധാരാളമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ദൈവം നമ്മളെ അത്യധികമായി അനുഗ്രഹിച്ചു. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾ അത് മറ്റുള്ളവർക്കും അല്പമായി ഷെയർ ചെയ്യുവാൻ ആണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോ പദ്ധതി ഉണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ഇമേജിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ മനുഷ്യരെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൈവിക പദ്ധതിയുണ്ട്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ആ ദൈവികതം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേദന, മറ്റുള്ളവരുടെ ദുരിതങ്ങൾ, മറ്റുള്ളവരുടെ ആ പ്രയാസങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കുവാൻ, നമ്മുടെ സഹജീവികൾ എങ്ങനെ പോകുന്നു, നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർ എങ്ങനെ പോകുന്നു ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മളാലാവുന്നത് സഹായിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ സാമൂഹ്യ നന്മ ചെയ്യാൻ വലിയ ബില്യനർ ആകണമെന്നൊന്നുമില്ല. നമ്മുടെ ഉള്ള പരിമിതമായ കാര്യങ്ങൾ കൊണ്ട് തന്നെ, ഒരുപക്ഷെ ഒരു വാക്കുകൊണ്ട്, ഒരു സന്ദർശനം കൊണ്ട്, ഒരു ചെറിയൊരു കൈത്താങ്ങൽ കൊണ്ട് അനേകർക്ക് നമുക്ക് സമാധാനം കൊടുക്കുവാൻ, സഹായം കൊടുക്കുവാൻ, ആശ്വാസം കൊടുക്കുവാൻ കഴിയും.
അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. നമ്മൾ എന്നാൽ പലപ്പോഴും എന്തോ വെട്ടിപ്പിടിക്കുവാനുള്ള ഓട്ടത്തിലാണ്. നമ്മുടെ ബിസി ലൈഫ് നയിക്കുന്ന തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ നേടാമെന്നുള്ള ആ ഒരു വ്യാമുഖത്തിൽ നടക്കുകയാണ്. ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതനോട് ചോദിച്ചു, കാരണം അന്നേരം വളരെ ബിസി ലൈഫിൽ നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നോടൊരു സ്നേഹിതൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ അറിയത്തില്ല എന്തിനു വേണ്ടിയാണ് ഓടുന്നത്. അങ്ങനെയുള്ള ഓട്ടത്തിൻ്റെ ഒരു യാത്രയിൽ നമ്മൾ ഓട്ടത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ശാന്തമായിട്ട് ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മളെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്തിനു വേണ്ടി സമൂഹത്തിന് കൊടുക്കുവാൻ കഴിയും എന്നുള്ളത് ചിന്തിക്കുക. ഇവിടെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ജോൺ എഫ് കെന്നഡി പറഞ്ഞ ഒരു പ്രസിദ്ധമായ കാര്യമുണ്ട്, നിങ്ങൾ രാജ്യത്തിൽ നിന്ന് കിട്ടുമെന്നല്ല, രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു വർഷം 24-ൽ ദൈവം അനേക നന്മകൾ നമുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്ന എല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അനേക നന്മകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ നന്മയും തികഞ്ഞവർ ഉയരത്തിൽ നിന്ന് വരുന്നു. അതിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ തന്നെ ആ നന്മ അതൊരു ചെറിയ അളവിലെങ്കിലും അർഹതപ്പെട്ട ആളുകൾക്ക് അവരെ സഹായിക്കാൻ കൂടി കഴിയണം എന്നുള്ളത് നമ്മൾ ഈ വർഷാരംഭം ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ ഇല്ലായ്മയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ, എനിക്കതില്ല, അത് അങ്ങനെയുള്ള കാര്യമില്ല, അല്ലെ മറ്റുള്ളവർക്കുള്ളത് എനിക്കില്ല എന്നുള്ള ആ പരിവേദനം നമ്മൾ പറയാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് അപ്പോസ്തലന് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് സമൃദ്ധിയിലിരിക്കാനും താഴ്ചയിലിരിക്കാനും അറിയാം. ഏതവസ്ഥയിലിരുന്നാലും താൻ കണ്ടന്റായിട്ട് സംതൃപ്തനായിട്ട് അലംഭാവത്തോടുകൂടി ഇരിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ മാതൃക നമുക്ക് കാണുവാൻ കഴിയും. അത് തീർച്ചയായിട്ടും നമുക്ക് ദൈവം എന്തെല്ലാം തന്നിട്ടുണ്ട്, എന്തെല്ലാം നന്മകൾ തന്നിട്ടുണ്ട്, അതിൽ സന്തോഷിക്കുകയും അതിൽ സംതൃപ്തി കണ്ടതോടൊപ്പം അത് മറ്റുള്ളവർക്കും ചെറിയൊരു സഹായഹസ്തം ചെയ്യുവാനായിട്ട്, അവരെക്കുറിച്ച് കരുതുവാൻ, അവർക്ക് സാന്ത്വനമേകുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ വീണ്ടും ഈ 25 അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം എല്ലാവർക്കും ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ റെക്കോർഡിംഗ് അവസാനിപ്പിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ.